എല്ലാവർക്കും മനോസ് വെജ് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്നായിരുന്നു വിജയദശമി. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചില വിജയദശമി ചടങ്ങുകളായിരുന്നു. അതിനുശേഷം ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദുബായ് മോളും അതുപോലെ തന്നെ ബുർജ് ഖലീഫയുമാണ്. കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ദുബായിൽ വരുന്ന ആരും ഇവിടെ മിസ് ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ മോളിൻ്റെ എൻട്രൻസിലേക്ക് കയറി ഉള്ളിലേക്ക് കിടക്കുകയാണ്. ദുബായിൽ വന്നതിന് ശേഷം ദിവസമുള്ള മറ്റൊരു കലാപരിപാടിയാണിത്. രഞ്ജുവേട്ടൻ അവൻ്റെ ഫോട്ടോഗ്രാഫറും അവൻ്റെ പോസിങ്ങും. അങ്ങനെ നമ്മൾ ദുബായ് മോളിൻ്റെ ഉള്ളിൽ കയറി. ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു ലോകമാണ് കേട്ടോ. ഏതിലൂടെ കയറുന്നു ഏതിലൂടെ ഇറങ്ങുന്നു എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത ലൊക്കേഷൻ വരെ വാട്സപ്പിൽ അയച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. ഇല്ലെങ്കിൽ കാറ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് പാർക്കിംഗ് സ്ലോട്ടും ഒക്കെ നമുക്ക് ഓർമ്മിച്ചാലും ആ സ്ലോട്ട് ഉള്ളത് എവിടെയാണെന്ന് നോക്കി അവിടേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടാണ്. അതിന് ഇതുപോലെ ഫൈൻ മൈ കാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും ഇവരൊക്കെ പറയുന്നത് ഇവിടേക്ക് എത്ര പ്രാവശ്യം വന്നാലും ഇപ്പോഴും കണ്ടു തീരാത്ത സ്ഥലങ്ങൾ ബാക്കിയുണ്ടെന്നാണ്. അത്രയും വലുതാണ് ദുബായ് മോൾ. ഇതാണ് ദുബായ് മോളിലുള്ള ചൈന ടൗൺ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല ഭംഗിയായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കാണുന്നതാണ് ദുബായ് മോളിലെ ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻസിൽ ഒന്നായിട്ടുള്ള ഹ്യൂമൻ വാട്ടർഫോൾസ്. നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൽ നിന്ന് മുകളിലേക്കും എസ്കലേറ്റേഴ്സ് ഉണ്ട്, താഴേക്കും എസ്കലേറ്റേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എവിടേക്ക് പോകണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ ഉദ്ദേശം പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നുമല്ല, ഇത് മൊത്തത്തിൽ നടന്ന് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. മോളിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ വളരെ ക്ലിയർ ആയിട്ട് കാണാം. വൈകുന്നേരങ്ങളിൽ ഇവിടെയാണ് ഫൗണ്ടെയിൻ ഉള്ളത്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഡയലോഗ്സ് കഥ എടുക്കുകയാണെങ്കിൽ അമ്പരചുംബിയായിട്ടുള്ളൊരു കെട്ടിടം തന്നെയാണ് ബുർജ് ഖലീഫ. അടുത്തതായിട്ട് നമ്മുടെ ദുബായ് മോളിലെ മറ്റൊരു അട്രാക്ഷനാണ് അവിടെയുള്ള അണ്ടർ വാട്ടർ അക്വേറിയം. ഇത് നമ്മുടെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡോർ അക്വേറിയമാണ്. 145 AED ആണ് ഇവിടേക്കുള്ള എൻട്രി ഫീ. ഇപ്പം നമ്മൾ കാണുന്നത് ദുബായ് മോളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന അക്വേറിയമാണ്. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം.
അത്രയും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് ഇങ്ങനെ കാണുകയും ചെയ്യാം. ഈ കാണുന്ന ഇങ്ങനൊരു ടണലിലൂടെയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ചെറിയൊരു രൂപമാണ് നമ്മൾ ചാവക്കാടുള്ള മറൈൻ വേൾഡിലുള്ളത്. അത്യാവശ്യം ഭീമാകാരനായിട്ടുള്ളൊരു ഷാർക്കാണ് നമ്മളെ അങ്ങോട്ട് വെൽക്കം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ഇതോടുകൂടി അബിക്കുട്ടൻ ഹാപ്പിയായി. ഇതിനിടയിലൂടെ ഇതുപോലെ സ്കൂബ ഡൈവിങ് ചെയ്ത് ഇവർ പോകുന്നത് അതിനെ ഫീഡ് ചെയ്യാനാണ് തോന്നുന്നു ഷാർക്കിനൊക്കെ. അവരുടെ കയ്യിൽ ഓൾറെഡി ഫിഷ് ഉണ്ട്. ആ ഫിഷിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഷാർക്ക് വരുമ്പോൾ അവരിങ്ങനെ നമ്മൾ കുഞ്ഞുവാവകൾക്ക് വെച്ച് കൊടുക്കുന്ന പോലെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഷാർക്ക് അത് കഴിക്കുന്നില്ല. ഇത് ശരിക്കും ഒരു ലോകം തന്നെയാണ് കേട്ടോ. ഇവരെ ഞാൻ സമ്മതിച്ചു. ഇത്രയും മീനിൻ്റെയും ഈ ഷാർക്കിൻ്റെയും അതിൻ്റെയൊക്കെ ഇടയിലൂടെ എന്ത് ധൈര്യത്തിലാവും അവർ നീന്തുന്നുണ്ടാവുക എന്ന് ഞാൻ ആലോചിച്ചത്. ചിലപ്പോൾ ഇതൊന്നും അറ്റാക്ക് ചെയ്യുന്നുണ്ടാവില്ല, എന്നാൽ കൂടി ആ ധൈര്യം സമ്മതിക്കണം. ആളിപ്പോഴും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള അതിമനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ്. അത് അവിടെ നിന്ന് പുറത്തിറങ്ങി എസ്കലേറ്റർ കയറിയിട്ട് വേണം പോവാൻ. നമ്മൾ പോകേണ്ട വഴി അവരിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കി അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു പോയാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ പുറത്ത് നല്ല ഭീമാകാരനായിട്ടുള്ളൊരു മുതലുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള നമ്മുടെ അക്വേറിയം ഇങ്ങനെ കാണാം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള മീനുകളൊക്കെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ എത്തുന്നത് റെയിൻ ഫോറസ്റ്റ് പോലെയുള്ളൊരു സ്ഥലത്താണ്. നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് നേരത്തെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അതിനുശേഷം നമ്മൾ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കാണാനാണ്. പെൻഗ്വിൻ. നമ്മൾ ടി വിയിലും വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു വല്ലാത്ത ത്രില്ലുണ്ടായിരുന്നു. നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ കാണുന്ന പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയാണ് പെൻഗ്വിൻ. പെൻഗ്വിൻസ് പൊതുവെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ജീവിയല്ല, എല്ലാവർക്കും അറിയാമല്ലോ. അതിന് അതിൻ്റേതായിട്ടുള്ള ക്ലൈമറ്റും എല്ലാം വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഒരു ഫ്രണ്ട് ഭാഗം വെളുത്തിട്ടും ബാക്കിൽ കറുത്തിട്ടും അതിൻ്റെ ആ കൊക്കും ചിറക് പോലെയുള്ള ഭാഗവും എല്ലാം കൂടി മൊത്തത്തിൽ നല്ല ക്യൂട്ടാണ്. നടന്നു പോകുന്നത് കാണാൻ തന്നെ കുടുകുടൂന്നിരിക്കും. ഈ പെൻഗ്വിൻസിന് ശരിക്കും നടക്കാൻ അറിയാത്തതുകൊണ്ട് അവർ നടക്കുന്നതിനേക്കാളും എക്സ്പേർട്ട് നീന്തുന്നതിനാണ്. അതിനനുസരിച്ചാണ് അവരുടെ ബോഡിയുടെ ഷേപ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അറ്റത്ത് വന്നിരിക്കുന്ന ഒരു പെൻഗ്വിൻ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അബിക്കുട്ടിനെ നോക്കിയിട്ട്. എന്തായാലും കണ്ട അവരുടെ നീന്തൽ നല്ല അടിപൊളിയാണ്. എത്ര സ്പീഡിലാണ് നീന്തണത് നോക്കൂ. ഈ കാണുന്നതാണ് ജെല്ലി ഫിഷ്. അതുപോലെ തന്നെ ഇവിടെ ഷാർക്ക് ബ്രീഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. പല ഷാക്കുകളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കടലിൻ്റെ ഒരു വെൽ ബാലൻസിന് ഷാർക്സിൻ്റെ അളവ് കറക്റ്റായിട്ട് വേണം. അത് കാരണം അവിടെ ബ്രീഡിങ് നടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് കടൽ കുതിര. So have a look this side in your one. You can see here the corals, the real one. Whatever you see in the tunnel, that's artificial corals. Yes, this is the coral fish, nigger. There's a lot of color like red, black, yellow. Here we have a sea urchin, the sea cucumber. The corals, they're animals. The life is but up to 500 years. And look at the side, the algae. Alright, let's move here. You can see the algae. This algae we use here as a food. Like. അതിനുശേഷം നമ്മൾ അണ്ടർ വാട്ടർ ഒരു കേജിലേക്ക് പോവാണ്. ഇവിടെയും നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് അതിനനുസരിച്ച് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഫിഷിന് ഫീഡ് ചെയ്യാം. നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫിഷിന് ഫീഡ് ചെയ്യാൻ നിന്നില്ല, പക്ഷെ എല്ലാം പോയി കണ്ടുവന്നു. പിന്നെ അടുത്ത സെക്ഷനിൽ ആമ, മുതല പോലെയുള്ള ജീവികളാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അവിടെ വേണമെങ്കിൽ ഷോപ്പിങ്ങിനുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഇവിടെ നിറയെ ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു.
സംഭവം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഫൗണ്ടൈൻ ഷോ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളും അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ദുബായ് മോളിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയാൽ മതി, നമുക്ക് നേരെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലെത്താം. സംഭവം 5-10 മിനിറ്റ് ഉള്ളെങ്കിലും അത് അടിപൊളി തന്നെയായിരുന്നു. എല്ലാ അരമണിക്കൂറിലും ഓരോ ഷോസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. ബുർജ് ഖലീഫയിലേക്ക് നമ്മൾ എൻട്രി ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് നല്ല ചാർജായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ നോർമലായിട്ടുള്ള ടിക്കറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉള്ളിൽ കയറുന്നതിനേക്കാൾ ഈ പുറത്തുനിന്ന് നോക്കിയിട്ട് ഈ രാത്രി ലൈറ്റ്സ് ഇട്ടിട്ട് ഈ കെട്ടിടം നിൽക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ അത് കൂടെ നടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത ഷോയുടെ സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നിട്ട് വീണ്ടും കണ്ടു. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അബിക്കുട്ടനും പോയി കളിക്കാൻ. അങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് പടിയിറങ്ങും മുന്നേ ബുർജ് ഖലീഫിനെ ഒന്നുകൂടി മനസ്സ് നിറയെ കണ്ടു. അങ്ങനെ നമ്മുടെ കണ്ണ് നിറയെ കണ്ട കാഴ്ചകളെല്ലാം മനസ്സിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് നമ്മൾ പതുക്കെ പടിയിറങ്ങിയത്. നമ്മൾ വീണ്ടും ദുബായ് മോളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടാണ് നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക് പോയത്. പാർക്ക് ചെയ്ത ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി, എന്നാലും നമ്മൾ അവിടേക്ക് എത്തി. നമ്മൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും അതിനുശേഷം പുറത്ത് കുറച്ച് സ്ട്രീറ്റിലൂടെ നടന്നും എങ്ങനെയൊക്കെയോ നമ്മൾ അവസാനം പാർക്കിങ്ങിലെത്തി. എന്തായാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.